ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഗിരിജ എഴുതിയിരിക്കുന്ന ഒരു മെല്ലിക്കടക്കം. മാഡം, എൻ്റെ പേര് ഗിരിജ. യഥാർത്ഥ പേരല്ല. ഞാനൊരു വീട്ടമ്മയാണ്. 2 മക്കളാണ് എനിക്കുള്ളത്. ഭർത്താവ് ഞാനുമായി കുട്ടികൾക്ക് 10-12 വയസ്സുള്ളപ്പോഴേ സെപ്പറേറ്റഡ് ആയതാണ്. 19ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹം അനുവദിച്ചു. വലിയൊരു തറവാട്, പിന്നെ പുള്ളിക്ക് സർക്കാർ ജോലിയുണ്ട്, ഇഷ്ടം പോലെ സ്വത്ത്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് എന്നെ ഇങ്ങനൊരു കല്യാണത്തിന് എല്ലാവരും കൂടി നിർബന്ധിച്ച് സമ്മതിച്ചത്. എനിക്കാണെങ്കിൽ ഒന്നിനെക്കുറിച്ചും ഒരു ധാരണയുമില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് ഇത്തിരി ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ടാണോ അതോ ഗർവാണോ എന്നറിയില്ല. അധികം ആളുകളോടൊന്നും സഹകരിക്കില്ല. പിന്നെ പുള്ളി വല്ലപ്പോഴും എന്തെങ്കിലും ഒന്ന് മുഴിഞ്ഞാലായി. അന്ന് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആ വീട്ടിലുണ്ട്. അതുകൊണ്ട് തിന്നാനും കുടിക്കാനും പണത്തിനുമൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ എന്നെ അദ്ദേഹം ഒരു രീതിയിലും പരിഗണിക്കില്ല. പുള്ളിക്കാരന് ഇഷ്ടമുള്ള സമയത്ത് വരുന്നു, 10 മിനിറ്റ് പുള്ളി പോകുന്നു എന്നുള്ള രീതിയിലായിരുന്നു. എൻ്റെ ബെഡ് പോലും മാറ്റിയാണ് ഇട്ടിരുന്നത്. അങ്ങനെ ഒരു ദുരവസ്ഥയിലാണ്. പക്ഷേ ആരോട് പറയാനാണ്? എനിക്ക് കിട്ടിയ സൗഭാഗ്യമാണ് ഈ വിവാഹം എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയിട്ടും ഒരു കഴുതയെപ്പോലെ ഞാൻ പണിയെടുക്കണം. എൻ്റെ യൗവനവും സൗന്ദര്യമെല്ലാം നശിച്ചു പോവുകയാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല. ഇതിനിടയ്ക്ക് എങ്ങനെയോ 2 കുട്ടികളും പെട്ടെന്നുണ്ടായി. വിവാഹം കഴിഞ്ഞ് ഒരു 10 വർഷമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ പല സമയങ്ങളായി മരിച്ചുപോയി. അത് കഴിഞ്ഞ ശേഷം ഞാനും കുട്ടികളും പുള്ളിക്കാരനും മാത്രമേ ഉള്ളൂ. കുട്ടികളുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു സന്തോഷം. അവരെ വളർത്തി ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ ദുഃഖങ്ങൾ മറക്കുകയായിരുന്നു. പുറത്തു പോകാനൊന്നും പുള്ളി സമ്മതിക്കില്ല. എല്ലാം ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് തരും. പിന്നെ പണമൊക്കെ കയ്യിൽ തരും. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. എങ്കിലും പബ്ലിക് ഫംഗ്ഷന് പുള്ളിക്കാരൻ വരെയില്ല. അതുകൊണ്ട് ഞാനും മക്കളും പോകാൻ പാടില്ല. പിന്നെ ബന്ധുക്കൾ ആരെങ്കിലും വന്ന് നിർബന്ധിച്ചാൽ അപ്പോൾ മാത്രം അനുവദിക്കും. ഇങ്ങനെയായിരുന്നു ജീവിതം. കുട്ടികൾ കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ, അതായത് 5ഉം 7ഉം വയസ്സായപ്പോൾ തന്നെ അവർ ചോദിക്കാൻ തുടങ്ങി, ഇങ്ങനെ എന്താ അച്ഛൻ പെരുമാറുന്നതെന്ന്. ഒന്നും എനിക്ക് മറുപടി പറയാനില്ലായിരുന്നു. വലിയൊരു രാക്ഷസ കോട്ടയിലെ തടവുകാരിയായിരുന്നു ഞാൻ. എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും എന്നെ സപ്പോർട്ട് ചെയ്യാനോ സംരക്ഷിക്കാനോ ആരുമില്ല. എനിക്ക് കുറേ സ്വത്തുക്കളൊക്കെ ഉണ്ട്. അത് നിലമായ വീട്ടിൽ കിടക്കുകയാണ്. അത് എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്ത് ഗുണമാണ്? ഒന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മൂത്ത മകന് 12 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് നിന്നെയും കുട്ടികളെയും ഇനി ആവശ്യമില്ല. എൻ്റെ മനസ്സിൽ ഫാമിലിയോ ബന്ധങ്ങളോ ഒന്നുമില്ല. നിൻ്റെ കൂടെ താമസിക്കാൻ എനിക്കിനിയോട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് മ്യൂച്വലി പിരിയാമെന്ന് പറഞ്ഞു. കുട്ടികളെ ഓർത്ത് ഞാനന്ന് കാല് പിടിച്ചു. പക്ഷെ പുള്ളിക്കാരൻ സമ്മതിച്ചില്ല. അതിൽ തന്നെ ഉറച്ചു നിന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഭാവിയിൽ നിങ്ങൾക്ക് കഴിയാനുള്ളതെല്ലാം ഞാൻ നേരത്തെ ഡെപ്പോസിറ്റ് നൽകും. എൻ്റെ സ്വത്തുക്കളുടെ ഒരു ഭാഗം കുട്ടികളുടെ പേരിലുമായിരിക്കും. നീ വേറെ എവിടെയെങ്കിലും ഒരു വീട് കണ്ടെത്തി എന്നോട് പറ, ഞാൻ അത് നിനക്ക് വാങ്ങിച്ചു തരാം. അവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് നീ കല്യാണം കഴിക്കുന്നെങ്കിൽ കല്യാണം കഴിച്ചു. പക്ഷേ കുട്ടികളും ഞാനും നീയും തമ്മിൽ ഇനിയൊരു ബന്ധവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മാഡം, ഒരു 5-6 മാസം അതിൻ്റെ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനം എനിക്കത് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ മ്യൂച്വലായി ഞങ്ങൾ പിരിഞ്ഞു. എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ സഹോദരന്മാരടക്കം അങ്ങോട്ട് ചെല്ലരുത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ മാതാപിതാക്കൾക്ക് വയസ്സുമായിരുന്നു. അവരുടെ തീരുമാനങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. എന്തായാലും ഞാൻ പുതിയ വീട്ടിലേക്ക് കുട്ടികളെ കൊണ്ട് താമസം മാറി. ടൗണിനടുത്ത് കണ്ണായ സ്ഥലത്തായിരുന്നു ആ വീട്. എൻ്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് എന്നിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. പക്ഷേ ഭർത്താവ് ഒരു സഹായം ചെയ്തിട്ടാണ് പോയെന്ന് പറഞ്ഞില്ലേ? നല്ലപോലെ പണം, പിന്നെ കുട്ടികളുടെ പേരിലുള്ള വസ്തുക്കളും. അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു എന്നല്ല, അദ്ദേഹത്തിന് കിട്ടുന്ന പോലൊരു ശമ്പളം എനിക്കും അതിന് പലിശയിൽ നിന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ജോലിക്കൊന്നും പോകേണ്ട കാര്യം എനിക്കില്ല. എങ്ങനെയെങ്കിലും കുട്ടികളെ നോക്കി ജീവിച്ചാൽ മതിയെന്നായിരുന്നു. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞതിൽ പിന്നെ ഞാൻ തനിയെയാണ്. കുട്ടികളുമായി തനിച്ച് താമസിക്കുകയാണ്. ഭർത്താവ് ഉപേക്ഷിച്ചതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് പലപ്പോഴും പലയിടത്തു നിന്നും ഞാൻ എല്ലാറ്റിനും റെഡിയാണോ എന്നുള്ള രീതിയിൽ വരെയുള്ള സംസാരമുണ്ടായി. എനിക്കാണെങ്കിൽ അത്തരം കാര്യങ്ങളോട് യാതൊരു താല്പര്യവുമില്ല. എൻ്റെ ജീവിതത്തിൽ അതൊന്നും സംഭവിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ സംഭവിച്ചത് എനിക്ക് ഓർമ്മയുമില്ല എന്നുള്ള അവസ്ഥയിലുമായിരുന്നു. ഒന്നും വേണ്ട, ജീവിച്ചു പോയാൽ മതി മനസ്സമാനത്തോടുകൂടി അങ്ങനൊരു മൈൻഡ് സെറ്റപ്പിലായിരുന്നു ഞാൻ. പക്ഷേ ഒരു ദിവസം ഗേറ്റ് തുറന്നു കിടന്നു കഴിഞ്ഞപ്പോഴേക്കും കാണാൻ വേണ്ടി വന്ന ഒരാൾ എന്നോട് ശരിക്കും ഇത്തിരി മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി. എനിക്ക് അത് ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ അലറി വിളിച്ച് ബഹളമുണ്ടാക്കി. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. ദാഹിച്ച് വെള്ളം ചോദിച്ചു വന്ന ആളാണ് അങ്ങനെ പെട്ടെന്ന് പെരുമാറിയത്. അതോടുകൂടി എനിക്ക് മനസ്സിലായി, സ്ത്രീകൾ തനിയെ താമസിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കുട്ടികൾ വലുതായിട്ടുമില്ല. എന്താ ചെയ്യുക എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഇനിയൊരു കല്യാണം കഴിക്കണോ വേണോ എനിക്കറിയില്ല.
ഇങ്ങനൊരവസ്ഥയിൽ ജീവിച്ചു പോകുമ്പോഴേക്കും എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങള, അദ്ദേഹം വിവാഹിതനല്ല, വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എവിടെയെങ്കിലും കുറേ ജോലിയൊക്കെ ചെയ്ത് അവിടെ കുറേ വർഷം താമസിക്കും, എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ കാണുമായിരിക്കും, എങ്കിലും കല്യാണമൊന്നും കഴിക്കില്ല. പിന്നെ അവിടുന്ന് ഇങ്ങനെ വേറൊരിടത്ത് മാറി കറങ്ങി നടക്കും. എൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് പുള്ളി വന്നതാണ്. അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങ് കരഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാടി, ഞാൻ നിൻ്റെ കൂടെ താമസിക്കാം, എനിക്ക് നീ ചെലവിനൊന്നും തരണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. ഞാൻ പറഞ്ഞു, അമ്മാവാ, ചെലവിന് തരാനല്ല, അതിലും കൂടുതൽ പൈസ എൻ്റെ കയ്യിലുണ്ട്, ഒരു പ്രശ്നവുമില്ല. 5-6 പേർക്ക് ഈ വീട്ടിൽ സുഭിക്ഷമായി കഴിയാം. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, എൻ്റെ സ്ഥലം തറവാട്ടിലുണ്ട്, എല്ലാം വെറുതെ കിടക്കുകയാണ്. അമ്മാവൻ്റെ സ്ഥലവും അവിടെയൊക്കെ ഇല്ലേ? ഇതെല്ലാം കൂടെ നോക്കി നടത്തിയാൽ തന്നെ അമ്മാവന് വേണമെങ്കിൽ മാസം 50,000 രൂപ ഉണ്ടാക്കാം. പുള്ളിക്ക് അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, വല്ലപ്പോഴും മാത്രം വല്ല പണിക്ക് പോകാം എന്നാ ഉദ്ദേശം. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, എങ്കിലും പൈസയൊക്കെ കൊടുത്ത് പുള്ളി ഒരു മേൽനോട്ടം നടത്തി. ഞങ്ങളുടെ ആ സ്ഥലത്തും പിന്നെ തറവാട്ടിലെ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ സ്ഥലത്തുമൊക്കെ കൃഷി ഇറക്കുകയും അവിടുത്തെ വസ്തുവകകൾ മറ്റുള്ളതൊക്കെ നോക്കി നടത്തുകയും ചെയ്തു. നല്ല വരുമാനം അതിൽ നിന്നുണ്ടായി. അതിൽ പാതി ഞാൻ അമ്മാവിന് കൊടുക്കും. അമ്മാവിന് വന്നതിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. പുള്ളിയാണെങ്കിൽ ഓവർ തൻ്റെടമുള്ള വ്യക്തിയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാരെ ചാടി ഓടിക്കും, അത്ര ടൈപ്പ്. അതുമാത്രമല്ല, ആര് കണ്ടാലും പുള്ളിയൊന്നും മുട്ടാൻ നിൽക്കില്ല, അത്രയ്ക്ക് ബലിഷ്ഠമായ ശരീരമാണ്. പുള്ളിക്കാരൻ വന്നതിൽ പിന്നെ മക്കൾക്കും ഒരു പ്രശ്നവുമില്ല, എല്ലാവരും ജോലിയായിരുന്നു. പിന്നെ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് വൈകുന്നേരമേ വരികയുള്ളൂ. അതിനെക്കുറിച്ചൊന്നും ചോദിക്കരുത്, ചോദിച്ചു കഴിഞ്ഞാൽ വഴക്കിടും, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവുമില്ല. ഞാനും അമ്മാവനും പിള്ളേരും എല്ലാം കൂടാണ് ഇത്രയും കാലം ജീവിച്ചത്. കുട്ടികളെ നന്നായി പഠിപ്പിക്കാൻ പറ്റി. പിന്നെ പിള്ളേരുടെ അച്ഛൻ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങേര് കോഴിക്കോടങ്ങാണ്ട് താമസിക്കുന്നതാണ് പറയുന്നത്. തറവാട്ട് വീട് ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. പുള്ളിക്കാരൻ പെൻഷനാകാൻ ഇനി 1 വർഷമോ മറ്റേ ഉള്ളൂ. അവിടെങ്ങാണ്ട് ചെന്നതിൽ പിന്നെ ഏതോ ഒരു കൊച്ചു പെണ്ണിൻ്റെ കൂടെയാണ് ഇപ്പോൾ താമസമെന്ന് പറയുന്നു. എന്തോ അതൊന്നും അറിയണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അങ്ങേരോട് എനിക്ക് പ്രേമവും തോന്നിയിട്ടില്ല, സ്നേഹവും തോന്നിയിട്ടില്ല. പുരുഷവർഗത്തോടെ എനിക്കത്ര ഇഷ്ടമൊന്നുമല്ല. എൻ്റെ മകനും മകൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്തു. പക്ഷേ മകൾ പഠിക്കുമ്പോൾ തന്നെ ഒരു പയ്യനെ പ്രേമിച്ചു. അവിടെ സീനിയറാണ്. അപ്പോൾ പഠിത്തം കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, കല്യാണം നടത്തി തരണമെന്ന്. ഞാൻ വേറൊന്നും നോക്കിയില്ല മാഡം, എനിക്ക് പറ്റിയത് അവൾക്ക് പറ്റരുത്, ഇഷ്ടമുള്ള പുരുഷൻ്റെ കൂടെ സന്തോഷത്തോടുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച് 2.5 വർഷത്തിന് മുമ്പ് അവളുടെ കല്യാണം ഞാൻ നടത്തിക്കൊടുത്തു. 2 പേരും ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണും, ഒരു കുഴപ്പമില്ല, വെൽ സെറ്റിൽഡാണ്. മോളേക്കാൾ കാര്യമായിട്ടാണ് മരുമകൻ എന്നോട് പെരുമാറുന്നത്. എന്നും അവൻ 3 വട്ടമെങ്കിലും വിളിക്കും, അവളാണെങ്കിൽ 1 വട്ടമേ വിളിക്കുള്ളൂ. ഇതുവരെയും കുട്ടികളൊന്നും ആയിട്ടില്ല. അവളുടെ കല്യാണം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞപ്പോഴേക്കും അമ്മാവൻ പെട്ടെന്ന് മരിച്ചുപോയി. നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. മകനൊക്കെ വളരെ അറ്റാച്ച്ഡായിരുന്നു എൻ്റെ മാമനുമായിട്ട്. എന്തായാലും പുള്ളി പോയതോടുകൂടി അനാഥയായതുപോലെ എനിക്ക് തോന്നി. എങ്കിലും മകൻ ഇങ്ങനെ കട്ടത്തടി പോലെ വളർന്നു നിൽക്കുകയല്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നം എനിക്ക് തോന്നിയില്ല. പിന്നെ എൻ്റെ മകനും അവൻ്റെ അച്ഛൻ്റെ ടൈപ്പാണ്, അധികമൊന്നും സംസാരിക്കൊന്നുമില്ല. ഞാൻ പറയും അച്ഛനെ പോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ഭാര്യയായിരിക്കും അനുഭവിക്കാമെന്ന്. അപ്പോൾ അവൻ പറയും, നന്നായി സംസാരിക്കുന്നൊരു പെണ്ണെ കല്യാണം കഴിച്ചാൽ മതി, അപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നും. നോക്കാമെന്ന് പറയും. എന്തായാലും അവന് നല്ലൊരു ജോലിയായത് 2 വർഷം മുമ്പാണ്. അതായത് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും അവന് സ്ഥിരമായിട്ടൊരു ജോലി കിട്ടി, നല്ല സാലറിയുമുണ്ട്, അവൻ സെറ്റിലായി. പിന്നെ അവന് പെണ്ണാലോചിക്കാൻ തുടങ്ങി. പല പെണ്ണുങ്ങളെയും കണ്ടു. അപ്പോൾ അവന് വലിയ പ്രശ്നം, സൗന്ദര്യം പോരാ, അവൻ വിചാരിച്ച പോലല്ല, സ്വപ്നത്തിലുള്ള പെണ്ണെ മാത്രമേ കല്യാണം കഴിക്കൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. സ്വപ്നത്തിലുള്ളത് മിക്കവാറും നടക്കും എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കും. എന്തായാലും 10-25 പെണ്ണിനെ കണ്ടു. അവസാനം 1 വർഷത്തിന് മുമ്പ് ഒരു പെണ്ണിനെ കണ്ടു. അവളാണെങ്കിൽ നല്ല വായാടിയാണ്. ഞാൻ ചോദിച്ചു, എടാ ഇത് ശരിയാകുമോ? അവൾ ഭയങ്കര ഇളക്കക്കാരിയല്ലേന്ന്. കുറച്ച് ഇളക്കക്കാരി വന്നെങ്കിലേ എന്നെ ശരിയാക്കാൻ പറ്റുമോ അമ്മേ എന്ന് മോൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിൻ്റെ ചോയ്സ് നടക്കട്ടെ, പക്ഷേ ഞാനുമായിട്ട് വല്ല വഴക്കോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ 2 പേരും കൂടെ പോയി വേറെ സ്ഥലത്ത് താമസിച്ചോണം. എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വയ്യ. മനസ്സമാധാനമില്ലാതാണ് ഒരു ജീവിതം തുടങ്ങിയത്. ഇനിയിപ്പം മരുമോള് കയറി വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാകില്ല അമ്മേ എന്ന് പറഞ്ഞു. കാര്യം സുന്ദരിയാണ്. അവളെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാണിനും കല്യാണം കഴിക്കാൻ തോന്നും. ഇവൻ്റെ ജോലിയൊക്കെ കണ്ടിട്ടായിരിക്കും അവൾ സമ്മതിച്ചെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ആ കല്യാണവും നടന്നു. മരുമകൾ വന്നു കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇവളിത്തിരി ഓവറാണ്. മരം കയറിയെന്ന് പറഞ്ഞാൽ പറ്റില്ല, അവൾ മരത്തിൻ്റെ തുമ്പത്ത് കയറി ഊഞ്ഞാലാടുന്ന ടൈപ്പാണ്. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഒരു മയത്തിൽ നിന്നു. പിന്നെ അവരുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാനേ പോകാറില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള പൈസ ഉണ്ട്, ഞാനെന്തിനാണ് അവരെ ശ്രദ്ധിക്കുന്നത്?
എന്തായാലും 3-4 മാസം രണ്ടുപേരും നല്ല ബിസിയായിരുന്നു. ഹണിമൂണിന് അവിടെ ഇവിടെയൊക്കെ പോയി. അവളും നല്ല പണമുള്ള ഫാമിലി തന്നെയാണ്. ഒന്നിലും ഞാൻ ഇടപെട്ടില്ല. നിശബ്ദത പാലിച്ചു, ചിരിച്ചു, സംസാരിച്ചു. എൻ്റെ ഭാഗം നോക്കി ഞാൻ ജീവിച്ചു പോന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ സ്ഥിരമായ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും മരുമകള് വീട്ടിലുണ്ട്. മോളെ, നിനക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടുത്തടിച്ച പോലെ അവൾ പറയുകയാണ്, ഓ അമ്മേ, എനിക്ക് പ്ലാനൊന്നുമില്ല. അമ്മയെപ്പോലെ തന്നെ വീട്ടിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. കറങ്ങാനും ഷോപ്പിങ്ങിനും ഫുഡ് കഴിക്കാനും ഒക്കെ പുറത്തു പോകാം, യാത്രകൾ ചെയ്യാം. അങ്ങനെ ഒരു ജോളി ലൈഫാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്കിട്ട് നുള്ളുന്നതാണ് അവളെന്ന് എനിക്ക് മനസ്സിലായി. ഉടനെ അവൾ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു, അല്ല അമ്മേ, കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുമായിട്ട് അമ്മയെ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് പിന്നെ ജോലി എടുക്കണം തോന്നിയില്ലേ? ജോലിക്ക് പോകണമെന്ന് അമ്മയ്ക്ക് തോന്നിയില്ലേ എന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ സിറ്റുവേഷൻ അല്ലല്ലോ നിൻ്റെ സിറ്റുവേഷൻ. ഞാനന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ലോക പരിചയമില്ല, പുറംലോകം കണ്ടിട്ടില്ല. 2 കുട്ടികൾ മാത്രമുണ്ട്. ഒന്നിലും എനിക്ക് ഒരു വിശ്വാസവുമില്ല, എല്ലാവരെയും പേടിയുമാണ്. അതുകൊണ്ടാണ് മോളെ അങ്ങനെ സംഭവിച്ചത്. ഇപ്പോഴത്തെ കാലത്ത് നിന്റെ സാഹചര്യമായിരുന്നെങ്കിൽ ഭർത്താവല്ല ആരിട്ടിട്ട് പോയെന്ന് പറഞ്ഞാലും ഞാൻ ഉടനെ തന്നെ ജോലിക്ക് പോയേനെ. പക്ഷേ ചേട്ടൻ പറഞ്ഞു അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല, ഇഷ്ടം പോലെ പൈസയും സ്വത്തും ഒക്കെ തന്നിട്ടാണ് ഭർത്താവ് പോയെന്ന്. അങ്ങനൊരു ഭർത്താവ്, അത് നല്ലൊരു ഐഡിയ തന്നെയാണ് ഇല്ലേ അമ്മേ? അത് കഴിഞ്ഞതിൽ പിന്നെ അമ്മ സ്വന്തമായി അങ്ങ് ജീവിക്കുകയല്ലായിരുന്നോ? അത് കഴിഞ്ഞായിരിക്കും അമ്മ നല്ല ജോലി മുകളിൽ താമസിച്ചത്. മൂരാച്ചിയായി ഭർത്താവ് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ജീവിതം ആഘോഷിക്കുകയായിരിക്കില്ലേ അമ്മേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ ആഘോഷം? 2 പിള്ളേരെ വളർത്താൻ എന്തൊരു പാടാണ്. പിന്നെ അമ്മ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ. ഭർത്താവ് പോയി എന്ന് വെച്ചിട്ട് അമ്മ എന്താ ജീവിതം ഇങ്ങനെയാക്കി കളഞ്ഞത്? നല്ലൊരാളെ എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല? കല്യാണം കഴിക്കണമെന്നില്ല, അല്ലാതെ തന്നെ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ജോലിയായി താമസിക്കാൻ പറ്റില്ലായിരുന്നു. അതുമാത്രമല്ല, അമ്മ ഇപ്പോഴും സുന്ദരിയാണല്ലോ. അമ്മയ്ക്ക് ആൺ സുഹൃത്തുക്കളൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് ആൺ സുഹൃത്തുക്കളുമില്ല, ഞാനങ്ങനെ തനിയെ കറങ്ങി നടക്കുന്ന ടൈപ്പല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, അമ്മ ഇങ്ങനെ ഒരു പഞ്ചപാവമാണ്, പഴഞ്ച ചിന്താഗതിയാണ്, അതുകൊണ്ടായിരിക്കും അച്ഛൻ ഇട്ടിട്ട് പോയതെന്ന്. എനിക്കത് കേട്ട് ദേഷ്യവും സങ്കടവും വന്നു. അങ്ങേര് പോയതിന് ഞാൻ ഉത്തരവാദിയല്ല. എനിക്കറിയില്ല. 8 പൊട്ടും തിരിയാത്ത പ്രായത്തിൽ എന്നെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. എനിക്ക് 2 കുട്ടികളുമായി. അങ്ങേര് ഒരു സുപ്രഭാതത്തിൽ പറയുന്നു, കുടുംബമേ അങ്ങേർക്ക് താല്പര്യമില്ല, അങ്ങേര് പോവുകയാണെന്ന്. ഞാൻ എന്ത് ചെയ്യാനാണ്? പിന്നെ ഇതൊക്കെ അയാൾ തന്നതുകൊണ്ട് ഞാൻ ജീവിച്ചു, അതുകൊണ്ട് പുള്ളിയെ കുറ്റം പറയാനും പറ്റില്ലെന്ന്. അപ്പോൾ അവൾ എന്നോട് പറയുകയാണ്, അമ്മേ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഇല്ലേ ശരിക്കും മാനേജ് ചെയ്യാൻ അമ്മ പഠിച്ചിട്ടില്ല. അമ്മയുടെ ഭർത്താവ് ഒരു ഇൻട്രോവേർട്ട് മൂരാച്ചിയായിരുന്നെന്നും പിന്നെ ആരോടും അധികം മിണ്ടില്ലെന്നും അമ്മയുമായിട്ട് അധികം സ്നേഹബന്ധങ്ങളൊന്നുമില്ലെന്നുമാണ് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരാളിപ്പോൾ ഏതോ ചെറുപ്പക്കാരിലൂടെ ജീവിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നല്ലൊരു ചെറുപ്പക്കാരി മിടുക്കുള്ള പെണ്ണ് വന്ന് അങ്ങേരെ ശരിയാക്കിയെടുത്തു. ഇവിടെ ശരിക്കും അങ്ങേരുടെ കുറ്റമല്ല, അങ്ങേർക്ക് ജന്മസ്വഭാവമേ അങ്ങനെയായിരിക്കാം. അമ്മ അവിടെ ആണിനെ കീശയിലാക്കാൻ പഠിച്ചില്ല, അമ്മയുടെ കുറ്റം മാത്രമാണ്. അമ്മ മിടിക്കായിരുന്നെങ്കിൽ അങ്ങേര് പോയി കഴിഞ്ഞതിൽ പിന്നെ നല്ല ഏതെങ്കിലും ഒരാളെ കല്യാണം കഴിച്ച് കുട്ടികളെ വളർത്തി നന്നായി ജീവിച്ചേനെ. അല്ലമ്മേ, ഭർത്താവും ആൺ സുഹൃത്തുക്കളും ഒന്നുമില്ലാതെ അമ്മ എങ്ങനെയാണ് ഇങ്ങനെ അങ്ങ് പറ്റി വരണ്ട് ജീവിക്കുന്നത്? അങ്ങനെയൊക്കെ പറ്റുമോ? അമ്മ ഇപ്പോഴും ചെറുപ്പക്കാരിയല്ലേ? അതോ അമ്മ കള്ളത്തരം പറയുന്നതാണോ? ഒരു പക്ഷേ ഇതൊക്കെ അമ്മയുടെ അഭിനയമായിരിക്കും, എനിക്കാരെ അറിയില്ല. ഭർത്താവ് പോയതിന് പിന്നെ കുട്ടികളെ വളർത്തി ഞാനങ്ങ് ജീവിച്ചു. ചിലപ്പോൾ അമ്മയ്ക്ക് പഴയ കാമുകന്മാരോ ഫ്രണ്ട്സോ ഒക്കെ കാണുമായിരിക്കും. അങ്ങനെ അമ്മ ഒരു വശത്തോടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ അമ്മേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നു. തനി സ്വഭാവം പുറത്തു വന്നു. ഇത്രയും നാൾ സഹിച്ച് ജീവിക്കായിരുന്നു. എൻ്റെ ഏരിയയിൽ കയറി ഒരാൾ ചൊറിയാൻ വരുന്നു. പണ്ട് ഭർത്താവിനെ ആട്ടാൻ എനിക്ക് പറ്റിയില്ല, ഇപ്പോൾ ഇവളെ ആട്ടിയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഉറഞ്ഞങ്ങ് തുള്ളി. ഞാൻ പറഞ്ഞ് ഇറങ്ങിക്കോണം എൻ്റെ വീട്ടിൽ നിന്ന്. എന്നോട് ഉടക്കിനും വഴക്കിനും വന്നു കഴിഞ്ഞാൽ ഭാര്യയും കൊണ്ടിറങ്ങി നല്ലൊരു ഫ്ലാറ്റിലെ മറ്റോ താമസിച്ചോണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിവിടെ കിടന്ന് ആരോട് വഴക്കിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മരുമകൾ എന്നെ നോക്കി ചിരിക്കുന്നു. എന്താണ് നീ ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ വന്ന് എന്നെ ചേർത്ത് പിടിച്ചു, കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നമ്മേ, അമ്മ ഇത്രയും പാവമായി പോയല്ലോ. എന്തൊരു മണ്ടത്തരം അമ്മ ജീവിതത്തിൽ കാണിച്ചത്. ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി. ഇത്രയും സുന്ദരിയായ അമ്മ കുട്ടികളെ വളർത്തി വെറുതെ നിൽക്കുകയാണ്. അവസാനം അമ്മയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും നല്ല അനുഭവങ്ങളുണ്ടോ? അമ്മ ഒരു കാര്യം ചെയ്യണം, ഇനിയെങ്കിലും മാറ്റി ചിന്തിക്കണം. എന്താടി, ഞാൻ വേറെ കല്യാണം കഴിക്കണോ? കല്യാണമൊന്നും കഴിക്കണ്ട അമ്മേ. കല്യാണം കഴിക്കുന്ന അതേ എഫക്റ്റ് ഉണ്ടാകണമെന്ന് ഏത് സ്ത്രീ ആഗ്രഹിക്കാത്തതമ്മേ?
നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ശരിക്കും നീ എൻ്റെ മകൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി നിൽക്കുമോ? നിനക്ക് കുറേയധികം അനുഭവങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നലോ? അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണ് ഈ മാറ്റർ മാത്രം പറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, അമ്മ ഇതിനെ എന്തുകൊണ്ടോ ശക്തമായി വെറുക്കുന്നു. ഞാൻ ഈ കഥകളെല്ലാം എൻ്റെ ഭർത്താവിൽ നിന്ന് കേട്ടതാണ്. അപ്പം മുതൽ എനിക്ക് തോന്നുകയാണ് ഒരു സ്ത്രീയും ഈ അടുത്ത കാലത്തൊന്നും ചെയ്യാത്തൊരു കാര്യമാണ് ഇത്രയും സുന്ദരിയായ അമ്മ വെറുതെ നിൽക്കുക എന്നുള്ളത്. ഞാനിനി അതിന് സമ്മതിക്കില്ല. അതെന്താടി, നിന്റെ അനുവാദം വേണം എനിക്ക് വെറുതെ നിൽക്കാൻ? അമ്മേ, എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു കാമുകനുണ്ടായിരുന്നു. അതുകൊണ്ട് അനുഭവമുണ്ട്. അയാൾ എന്നെ തേച്ചിട്ട് പോയി. ആ വിവരമെല്ലാം ഞാൻ അമ്മയുടെ മോനോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അയാൾ എന്നെ കല്യാണം കഴിച്ചത്. അമ്മയുടെ മോൻ ശരിയാ, അധികം സംസാരിക്കില്ല. പക്ഷേ അമ്മയുടെ മോൻ എന്തായാലും അമ്മയുടെ ഭർത്താവിൻ്റെ സ്വഭാവമല്ല. അങ്ങേർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നന്നായി അറിയാവുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഭർത്താവിനോട് ഞാൻ വിശ്വസ്ത പുലർത്തി നിൽക്കാനും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അങ്ങേരുടെ കാര്യരിപ്പ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെപ്പോലെ ഞാൻ ഒരിക്കലും വീട്ടിൽ വെറുതെ നിൽക്കില്ല. എൻ്റെ ആവശ്യങ്ങൾ തേടി ഞാൻ പോകും. അത് ഞാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്കല്ല, അമ്മയുടെ മോന്. പണം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അമ്മേ. നല്ല സ്നേഹമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടണം. ഇനി അത് എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ? അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. അമ്മ ഇനി കല്യാണം കഴിക്കാനൊന്നും സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അമ്മ ഇനി പുറത്തിറങ്ങി എല്ലാവരോടും സംസാരിക്കണം. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഓഫർ ചെയ്യുകയാണെങ്കിൽ ആ ഒരാളെ അമ്മ ജസ്റ്റ് ഒന്ന് ക്ഷണിക്കൂ. അമ്മയ്ക്കും അറിയണ്ടേ നല്ല നല്ല കാര്യങ്ങൾ. ഭർത്താവ് പണ്ട് തേച്ചിട്ട് പോയി എന്ന് പറയാതെ അമ്മ ഈ പ്രായത്തിലെങ്കിലും തേച്ച് മിനുക്കിയിരിക്കൂ അമ്മേ. ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രംഗത്ത് 10 വർഷം കൂടി ചുരുക്കം നന്നായി ശോഭിക്കാൻ പറ്റും. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരാളെ സ്വീകരിച്ചാൽ മതി. ഒന്നിലധികവും സ്വീകരിക്കാം. എല്ലാത്തിനും ഞാൻ സപ്പോർട്ടാണ്. അമ്മയുടെ കഥ അറിഞ്ഞതിൽ പിന്നെ എനിക്ക് പുറത്തില്ല. അമ്മ വിചാരിക്കുന്ന പോലെ അമ്മയെ എതിരിടാൻ വന്ന മരുമകളൊന്നുമല്ല ഞാൻ. ഭർത്താവിൽ നിന്ന് ഞാൻ എല്ലാ കഥകളും അറിഞ്ഞു. പിന്നെ ആദ്യം ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് അമ്മയുടെ ഒരു ഏരിയയിൽ കയറി ഉടനെ പെരുമാറണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞു. എനിക്കങ്ങ് വയ്യ പെണ്ണെ, പോയിക്ക്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയുന്നു എന്നെ കൂടെ വഴി തെറ്റിക്കാനെന്ന്. അമ്മ വഴി തെറ്റില്ല. അമ്മയെ ഞാൻ നല്ല വഴിക്ക് നയിക്കും. നമ്മൾ രണ്ടുപേരും കൂടി ഇനി സോളോ ട്രിപ്പ് പോകുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിനക്കെന്താ വട്ടാണോ എന്ന്. എന്തായാലും അവളുടെ നിർബന്ധം സഹിക്ക് വയ്യാതെ പിന്നീട് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ അവളുടെ കൂടെയാണ് ഷോപ്പിങ്ങിന് മറ്റും പോകുന്നത്. അവൾക്ക് യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. കാറ് ഉടനെ കൊണ്ടുവന്നു അവളുടെ വീട്ടിൽ നിന്ന്. പിന്നെ എന്ന് യാത്രയാണ്. എന്നെ വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല മാഡം. എന്നെയും വലിച്ചിറക്കി കൊണ്ടുപോകും. മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇടിപ്പിക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നീടുള്ള 3-4 മാസം കൊണ്ട് നല്ല മാറ്റം ഉണ്ടായി. ബ്യൂട്ടി പാർലറിലൊക്കെ കൊണ്ടുപോയി എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ പഴയതിനേക്കാളും ഒത്തിരി ചെറുപ്പമായി. അവളുടെ കൂടെ പോകുമ്പോൾ ചെറുപ്പക്കാരും അവളുടെ ഫ്രണ്ട്സും ബന്ധുക്കളും ഒക്കെ വന്ന് സംസാരിക്കും. അപ്പോൾ അവൾ എന്നെ വലിയ കാര്യമായിട്ട് പരിചയപ്പെടുത്തും. ഇത് എൻ്റെ അമ്മായിയമ്മയാണ് കേട്ടോ, സിംഗിളാണ്, പക്ഷേ റെഡി ടു മിങ്കിൾ എന്ന് പറയും. ഞാൻ പറയും, ഇത് തോന്നിയാസൊക്കെ അവിടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു? നല്ല സ്വാതന്ത്ര്യമുള്ളോട് പറയല്ലേ അമ്മേ. അതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ലെന്ന്. ഒരു വട്ടം ഞങ്ങളൊരു മാളിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അച്ഛൻ്റെ സുഹൃത്തിനെ കണ്ടു. അവളുടെ അച്ഛൻ്റെ അത്രയും പ്രായമൊന്നുമില്ല. അവർ തമ്മിൽ എന്തോ ബിസിനസ് ഡീലിങ്സ് ഒക്കെ ഉള്ള ആളാണ്. ഇവള് അങ്കിൾ എന്ന് വിളിച്ച് പുള്ളിയോട് സംസാരിക്കുന്നു. എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ അമ്മായിമ്മയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി, അയ്യോ മോളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ചേച്ചിയാണെന്ന് ഞാൻ വിചാരിച്ചെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വെറുതെ തള്ളുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ അവൾ പറഞ്ഞു, ശരിയാ ചേച്ചിയാണെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അമ്മ എങ്ങനെയാണ്? ഇപ്പോഴും ചെറുപ്പമാണ്, കണ്ടില്ലേ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നത്. അയാളോട് ഇവൾ ചാടിക്കയറി പറഞ്ഞു, അമ്മായിമ്മ സിംഗിളാണ്, റെഡി ടു മിങ്കിൾ എന്ന്. അത് കേട്ടപ്പം എനിക്ക് ദേഷ്യം വന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, നമ്പർ ഒന്ന് തരുമോയെന്ന്. ഞാൻ പറഞ്ഞു തരില്ലെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, സാരമില്ല ഞാൻ തരാം അങ്കിളെ. അങ്കിള് ഒറ്റയ്ക്കല്ലേ? അമ്മേ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വീട്ടിലോട്ട് വന്നു എന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാടി അങ്ങനോട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞത്? എന്താ നിൻ്റെ ഉദ്ദേശം? അഹങ്കാരി. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ഡൗൺ ആകണം. അദ്ദേഹത്തിന് എന്താ കുഴപ്പം? നല്ല സുന്ദര കുട്ടപ്പനാണ്. സിനിമയിലും സീരിയലും വരെ പുള്ളി തല കാണിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഞാനെന്ത് വേണം? അമ്മ ഒന്നും വേണ്ട. അമ്മ പുള്ളിയോട് ഒരു സൗഹൃദം തുടങ്ങൂ. ഈ മനുഷ്യൻ നല്ലൊരു വ്യക്തിയാണ്, എനിക്കറിയാം. എന്ത് നല്ല വ്യക്തി? അമ്മേ, അങ്ങേർക്ക് സ്ത്രീകളെ നന്നായി കൈകാര്യം ചെയ്യാനറിയാം. അതുകൊണ്ട് അമ്മ മുന്നും പിന്നും മുന്നാമ്പുറവും പിന്നാമ്പുറവും ഒന്നും നോക്കേണ്ട കാര്യമില്ല. കയറി അങ്ങ് മുട്ടിക്കോ. ഒന്ന് പോടി വൃത്തികെട്ടവളെ. അല്ലമ്മേ, അമ്മ ഏതെങ്കിലും ഒരു കോർട്ടിൽ പന്ത് അടിച്ചേ പറ്റുകയുള്ളൂ. ഇങ്ങനെ അമ്മ വരാലിനെ പോലെ വഴുതിപ്പോയി കഴിഞ്ഞാൽ ശരിയാകില്ല. അതുകൊണ്ട് പുള്ളി വിളിക്കും. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കണം. ആദ്യം അങ്ങ് നേരെ പോയി ലുട്ടാപ്പിയുടെ കുന്തത്തിൽ കയറി യാത്ര ചെയ്യലേ ചെയ്യേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, റൊമാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ എല്ലാം ശരിയാകും.
മരുമകൾ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ മകൻ അറിയാതെ ഞാൻ അയാളുമായി സംസാരിക്കാൻ തുടങ്ങി. ആദ്യം എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. സൗന്ദര്യമുള്ള ആളാണെങ്കിലും എനിക്ക് പുരുഷന്മാരിൽ നിന്നൊരു സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ. പുള്ളി എങ്ങനെയാണെന്നറിയില്ല. 10 ദിവസം സംസാരിച്ചപ്പോഴേ 10 വർഷം പരിചയമുള്ള ആളാണെന്ന് എനിക്ക് തോന്നി. പതുക്കെ മരുമകൾ എന്നോട് പറഞ്ഞു, അമ്മ അയാൾ താമസിക്കുന്ന സ്ഥലത്തങ്ങ് പോ, ഞാൻ വേണമെങ്കിൽ കൊണ്ടുവിടാം, കൊണ്ടുവരികയും ചെയ്യാമെന്ന്. പേടിയാണെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് കാര്യമില്ല, പേടിച്ചിരുന്നാൽ ഒന്നും ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റില്ലെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ നിർബന്ധം കൊണ്ട് വളരെ പേടിച്ചാണ് അയാളുടെ അടുത്ത് പോയത്. പക്ഷേ അയാൾ എന്നെ ഹൃദ്യമായി സ്വീകരിച്ചു. എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു. ജീവിതത്തിലെ അനുഭവങ്ങൾ എന്നെ പിന്നോട്ട് വലിച്ചെങ്കിലും അയാൾ മുന്നോട്ടാഞ്ഞ് എന്നെ അഗാധ ഗർത്തത്തിലേക്ക് വലിച്ചിട്ടു. ആദ്യം എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ബുദ്ധിമുട്ടുകൾ മാറ്റാനുള്ള എല്ലാ സൂത്രപ്പണികളും പുള്ളിക്ക് അറിയാമെന്ന്. ശരിയാണ്, ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടി അദ്ദേഹം മുഖം കുടഞ്ഞു. അതോടുകൂടി എനിക്ക് മനസ്സിലായി, എൻ്റെ ഭർത്താവ് പോയത് നന്നായി, ഇപ്പോൾ മരുമകൾ വന്നത് നന്നായി, ഈ പ്രായത്തിലെങ്കിലും ഞാൻ ഗ്രൗണ്ടിൽ കാലെടുത്ത് വെച്ചത് നന്നായെന്ന്. അന്ന് മരുമകൾ 3 മണിക്കൂർ കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുന്നത് വരെ ഞാൻ ഏതോ കൈകളിൽ താലോലമാടുകയായിരുന്നു. നടുവിന് സാധാരണ വേദനയുള്ളവളാണ് ഞാൻ. പക്ഷേ അന്ന് ഞാൻ നടുവേദന അറിഞ്ഞതേയില്ല. എന്തോ എനിക്ക് ഒരു വൈദ്യനെ കിട്ടിയതുപോലെയായിരുന്നു. എന്തായാലും ആ ട്രീറ്റ്മെൻറ്റ് പിന്നെയും തുടർന്നു. മരുമകളാണ് എന്നെ കൊണ്ടുവിടുന്നത്. പിന്നീട് മകൻ വരുന്നതിന് മുമ്പ് തിരിച്ചു വരികയും ചെയ്തു. മകൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി. പിന്നെ എൻ്റെ പുതിയ കൂട്ടുകാരൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ചിന്തിക്കരുത്, വിശാലമാക്കി ചിന്തിക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഒരു സംഗമ കേന്ദ്രമാണ് ആ വീട്. തനിയല്ലേ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പോകുമ്പോഴൊക്കെ ചില ആളുകളെ എന്നെ പരിചയപ്പെടുത്തി. ചില ആൾക്കാരെ എനിക്കിഷ്ടമല്ല. ഞാൻ ശക്തിയുക്തം പറഞ്ഞു എനിക്ക് പറ്റില്ലെന്ന്. അവിടെയും മരുമകൾ ഏറ്റെടുത്തു. എൻ്റെ പ്രാതിനിധ്യം ഇഷ്ടമുള്ളവർ, അമ്മ ചോസ് ചെയ്യുന്നവർ മാത്രം മതി എന്നുള്ള രീതിയിൽ അവിടെ ഉറപ്പിച്ചു. അത് കഴിഞ്ഞതിൽ പിന്നെ പലതും ഞങ്ങൾ അരക്കിട്ടുറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഇപ്പോഴെൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാത്തിനും കട്ടയ്ക്ക് കൂട്ടായി എൻ്റെ മരുമകളുമുണ്ട്. പക്ഷേ എൻ്റെ മരുമകളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അവളിങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്നല്ലാതെ അവളായിട്ട് ഒന്നിനും പോയി ചാടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മരുമകളെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നെനിക്ക് തോന്നുന്നു. അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, എന്തിനാണ് എന്നെ സപ്പോർട്ട് ചെയ്തതെന്നും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. എങ്കിലും അവൾ എന്നോട് ഒത്തിരി കൺസിഡറേഷൻ കാണിക്കുന്നു. പക്ഷേ മാഡം, ഈ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി. പണ്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്തെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ലെന്ന് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു അബദ്ധം പറ്റി. പക്ഷേ മരുമകൾ പെട്ടെന്ന് തന്നെ ഒരു ഗുളിക സംഘടിപ്പിച്ച് തരികയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നമില്ല. ഇപ്പോൾ അവൾ പറഞ്ഞത് ഡോക്ടറെ കണ്ടിട്ട് ഓപ്പറേഷൻ ചെയ്ത് എല്ലാം ശരിയാക്കാവുന്നതാണ്. മാഡം, ഭർത്താവ് കൂടെയില്ല. ഞാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്മൂത്തായിട്ട് നടക്കുമോ? അതൊന്നും ഒരു പ്രശ്നമില്ലെന്നാണ് അവൾ പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുമോ മാഡം? അത് കഴിഞ്ഞാൽ പിന്നെ ഇതിലുള്ള താല്പര്യം കുറഞ്ഞു പോകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ടോ മാഡം? അത് ചെയ്യണോ അതോ ഞാൻ സുരക്ഷ നോക്കിയാൽ മതിയോ മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മരുമകളുടെ വിചിത്രമായ സ്വഭാവം അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. അവരെന്തിനാണ് നിങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്? സ്നേഹം കൊണ്ടാണെന്ന് മാത്രം വിശ്വസിക്കാൻ പാടാണ്. ഭാവിയിൽ വേറെന്തെങ്കിലും ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോയെന്ന് അറിയില്ല. അവിടെ ഒന്ന് സൂക്ഷിക്കുക. പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ ഭർത്താവ് ഉണ്ടോ എന്ന് ചോദിക്കില്ല. തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ അത് അവൻ്റെ ഇഷ്ടമല്ലേ, ചെയ്തു തരും. അത് കുഴപ്പമില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് വേണ്ടി വരും, അത് ഒരു കാര്യം. പക്ഷേ അതല്ലാതെ സിമ്പിൾ മെത്തേഡുകളുണ്ടല്ലോ. ഇപ്പോൾ അകത്ത് നിക്ഷേപിക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടും. അതിലേതെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒന്ന് ശരിയാക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് ഓപ്പറേഷൻ അല്ലെങ്കിൽ അകത്ത് നിക്ഷേപിക്കുക, ഇതിനേക്കാളൊക്കെ നല്ലത് രോഗങ്ങൾ വരാതിരിക്കാൻ കൂടി ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷാപരമായ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് അതിനുവേണ്ട സാമഗ്രികൾ ഉപയോഗിക്കുക. ഈ ഒരു പ്രായത്തിൽ ഒത്തിരിയധികം ബന്ധങ്ങൾ ഉണ്ടാകുന്നത് റിസ്ക്കാണ്, അത് ഓർക്കുക. അതാണ് റിസ്ക്. രോഗങ്ങൾ ഉണ്ടാകുന്നതാണ് റിസ്ക് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ചിലപ്പോൾ മാനേജ് ചെയ്ത് പോയേക്കാമായിരിക്കാം. എന്തായാലും എന്ത് നോക്കിയാലും സുരക്ഷിതത്വം നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്.